मर के जी लिए एक पल तो अब हमें जीने दो Hello, Dr. Arun speaking. Good afternoon, sir. This is Pooja from Swiss Oriental Bank. Hi Pooja, how are you? I'm fine. How are you? I am great. Sir, आपके लोन ड्यू के बारे में मैंने आपसे बहुत बात की, लेकिन कोई फर्क नहीं हुआ. इसलिए we're going to present your security check tomorrow. No, listen Pooja, I need some more time. Sorry, sir. I'm helpless. अच्छा, आप अभी ऑफिस में है ना? मैं उधर आ सकता हूँ? Dr. Arun, कोई फर्क नहीं पड़ने वाला. अरे, don't tell me that, dear. I'm coming to see you. No. You said you would pay today by 2 o'clock in the afternoon. I cannot give any more chances. क्या तमाशा देख रहे हो? What are you laughing? Have you checked your blood pressure recently? I'm sure it's on the higher side. What to do? This is my job. Heartless job. Yes, it is. Listen, I'm not asking for a longer period. I need at least 6 more months' time. No way. I don't want to waste my time. It's time to go. Okay, cool. Put me in jail. I'm prepared for that. All right. I'll give you 3 whole months, but don't ask for more. Okay? Okay. What a pretty hand. This is your lifeline, and it says, you're gonna have coffee with me today. Are you? No, thank you. Okay. Done with your work? Yep. I can drop you home. आप एक डॉक्टर हो ना? Then why don't you just maintain a minimum financial discipline? Good question. Even I've been thinking about it. आज थर्सडे है ना? हाँ. अगले रविवार से जरूर डिसिप्लिन शुरू करूंगा. मजाक मत करो. जिंदगी को थोड़ा सा तो सीरियसली ले लो. लेकिन जिंदगी ना मिलेंगी दोबारा. Somebody should be there to control you. जल्दी शादी कर लो. करूंगा. एकदम फाइनेंशियल मैनेजर से ही शादी करूंगा. Hope you're not married. पहले लोन तो क्लोज करो. I don't want to marry a gentleman who's ready to go to jail at any time. Okay. कोशिश करूंगा. Yeah. Excuse me, sir. Yeah. Your bill. Thank you, sir. Thanks. Now I know where all your money is going. ഡോക്ടറെ Oh, thank you. എന്താ വിശേഷം? അനിയത്തി MBBS പാസ്സായി. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലെ ഈ കൊല്ലത്തെ ടോപ്പറാ. Is it? Good news. Congrats. പോസ്റ്റ് ഗ്രാജുവേഷന് ഗൈനക്കോളജിക്ക് പോണോ പീഡിയാട്രിക്കിന് പോണോ എന്നുള്ള കൺഫ്യൂഷനില്ല. എന്താ ഡോക്ടർ അഭിപ്രായം? അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും സിസ്റ്റർ. പ്രപ്പോസൽസ് ഒക്കെ ഒരുപാട് വന്നോണ്ടിരിക്കുക. സെയിം പ്രൊഫഷനിൽ തന്നെ മതിയെന്ന് അവളുടെ വാശി. ഡോക്ടറുടെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഹായ്, കൊള്ളാം. നല്ല കുട്ടി. അയ്യോ, ഡോക്ടർക്ക് അവളെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടായി. നല്ല കുട്ടിയല്ലേ? പിന്നെ MBBS. എന്തായാലും നമുക്ക് നല്ലൊരാളെ കണ്ടുപിടിക്കണം. മനോരമയെന്നോ നെറ്റെന്നോ മാട്രിമോണിന്നോ തപ്പിയെടുക്കാം. എന്താ? நல்ல பொண்ணு, அதுவும் டாக்டர். கல்யாணம் பண்ணிக்க வேண்டியதானே? കേട്ടെ, ശാന്തം സിസ്റ്ററിനെ വിളിച്ചപ്പോ തന്നെ പറയാം. കൊന്നുരുവൻ. എനിക്കൊരു ഐ എം നോട്ട് എ വെർജിൻ. നാട്ടിൽ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പരിചയതാ. അപ്പം തോന്നി ഇഷ്ടമാണെന്ന്. ഇപ്പം തോന്നുന്നു വിവരക്കേടാണെന്ന്. എന്തായിരുന്നു അവളുടെ പേര്? ബെന്നി. ഓ, നല്ല ആളാണെന്ന് തോന്നി.
അതുവരെ എനിക്കറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എനിക്കും ആദ്യം മുതലേ പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. ഫ അല്ല ഭ. ഭ ഫ ഭ. ഫാൻ തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി അല്ല ഭാവി. ഭാവി ഭാവി. ആ ഭാവി. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി ശരിയാ. എന്നാന്നേ? ബ്യൂട്ടിഫുൾ. അതല്ലേ ഞാനും പറയുന്നേ. ഓക്കെ, കറക്റ്റാണ്. പെർഫെക്റ്റ് ആണ്. നിന്റെ പേരും പറഞ്ഞ് ഇളയപ്പൻ ഇന്നലെ എന്നെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോളമ. നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒന്ന് ബാൻഡി വായിക്കണമെന്ന്. വല്യച്ഛനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ വിറച്ചു. എന്നെ തട്ടിൻ്റെ പുറത്ത് ഇറക്കി വിട്ടു. ഞാൻ തയ്ച്ച കുപ്പായിട്ട് അവിടെ നിൽക്കുന്ന അവനാ ആ വിഷക്കോല്. വായിക്കാൻ പറ്റിയില്ലെങ്കിലേ കണക്കായി പോയി. എന്റെ ജനലിന്റെ താഴെ നിന്ന് ഊതാനല്ലാതെ 4 ആള് കൂടുമ്പോ വായിക്കാൻ നിനക്കെന്താ പറ്റാത്തേ? എല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് നീ തന്നെ ഇത് പറയണം. ലാർനെറ്റ് എടുത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അപ്പം മുങ്ങിത്താഴുന്ന കാഴ്ചയാണ്. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റും, കൈയും കാലും വിറയ്ക്കും. എസ്തപ്പാൻ ആശന്റെ മോനാന്ന് പറയാൻ നാണമില്ലല്ലോ. ഇതെല്ലാം കളഞ്ഞേച്ച് നീ വേറെ വല്ല പണിക്കും പോകുന്നതാ നല്ലത്. ഓ, മര്യാദയ്ക്ക് ഞാൻ അച്ഛൻപട്ടത്തിന് പോയതല്ലേ? തടഞ്ഞ നീയാണ്. അന്ന് തടഞ്ഞെങ്കിലേ അത് ഇഷ്ടമുള്ളോണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ പിള്ള കളിച്ചാലേ ഒരു ദിവസം ഞാൻ ഇട്ടേച്ചങ്ങ് പോവും. കണ്ട നാട്ടുകാർ ജയിച്ചതിന്റെ ആർപ്പുവിളിയാ. നീ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. വേഗം പോയി ഈ പീപ്പിയും കുഴലൊക്കെ തുടച്ച് തട്ടിന്റെ പുറത്ത് കയറ്റി വെക്ക്. വട്ടയപ്പോ കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുക്ക. വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കെ എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാരി ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നും മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പറിങ് അതെ ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അതെ പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നാടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നത് അച്ചാച്ചൻ അറിഞ്ഞൂടെ? എന്റെ പൊന്നു ശോച്ചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും കപ്പയാര് വന്ന് തോട്ട വീഴുന്ന ഉറപ്പായി. അയ്യോ നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. ജോമോനെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ ഒന്നും ഓർമ്മയില്ല ജോമോനെ. കുഴപ്പിക്കല്ലേ. നീ ഇപ്പൊ ആരാ? ഞാൻ ആരാ ജോമോനെ?
Fahad. Hi Fahad. Welcome to our college. Hello. Please come. Please come. Please come. Please come. Please. Girls, finally, we have our dearest star with us, Mr. Fahad Fazil. नहीं बुकी भी कहानी Dear friends, I welcome Mr. Fahad Fazil onto the stage, and it's with immense pleasure that I request Mr. Fahad Fazil to light the lamp and inaugurate the function. Please be seated. Fahad? Fahad? No, no, no. Please light it. Please light it. കൊളാക്കി Good day, my dears, and God bless you all. We are indeed very proud to have Mr. Fahad Fazil with us, and I am very happy to have him as a very special guest today. First of all, let me congratulate you all children for making this event a grand success. Thank you, children. Students, you should know to balance your studies and your other activities. Let me remind you. Okay, I know, I can understand. Please keep quiet. I know that you all are eagerly waiting to listen to Mr. Fahad Fazil, so I invite him to say a few words. Mr. Fahad, please. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഫഹദ് സാറിന് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് സംസാരിക്കാൻ പാടില്ല It's okay, just few words. അതിന് പയ്യ ഒട്ടും പയ്യത്തോണ്ടല്ലേ Okay, പറഞ്ഞു okay, it's all right. all right. വലിയ ഇടി ഉറപ്പായി കർത്താവേ दोस्तों मुझे बस ये कहना है कि महात्मा गांधी जी ने हमें गुलामी से मुक्ति दिलाई। आजकल के नौजवान ऐसी महान आत्माओं की निंदा करते हैं। ये भारत माता पर काफी कलंक है, उसे हम मिटा के रहेंगे। भाई और बहनों, देश बदलना है। आप देखिए, हमारा देश दुनिया के सामने सीना तान के खड़ा रहेगा। दोस्तों, महानों को अपमान नहीं करो और महानों को अपमान मत होने दो। मैं ये नहीं करूंगा और मैं ये नहीं करने दूंगा। പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രീമാൻ ഫഹദ് ഫാസിൽ ഈ കാറിനുള്ളിൽ ആർക്കും കാണാം, ആർക്കും കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിൽ, ശ്രീമാൻ ഫഹദ് ഫാസിൽ ഈ കാറിനുള്ളിൽ, ഈ കാറിനുള്ളിൽ. വണ്ടി കാണുമാതു മലയാള സിനിമ
കൂട്ടുകാരെ